എന്നെ വേണോ? വി ആർ ഫ്രം ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇയാളെ അറിയുമോ? இந்த ஆளை தெரியுமான்னு கேட்கிறேன். தெரியாது. மூஞ்சியை பார்த்தா தெரியன மாதிரி இருக்குதே. கமான். ക്ലീനിങ് ആ മുറിയില്. സൈലൻസ്. സോറി. ഈ പാൻസ് ആരുടേതാ? ഞാൻ കുഴന്തയോടത്. ഇത് 38 സൈസ് പാൻസ് ആണല്ലോ. ഡോക്ടർ VDAക്ക് ഒരു 32க்குள்ள വരില്ലല്ലോ. പാട്ടി പോയി சொல்றாங்க. ശരിതാനേ? HLOS. CITY. City. My God, City Hospital. ഹലോ, എന്താ സംഭവിച്ചേ? സ്കൂൾ ബസ് ആക്സിഡന്റാ. ആ, MDയുടെ റൂം ഈ കുട്ടി ഒബ്സർവേഷൻ റൂമിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും. ഞാനാ? പിന്നല്ലാതെ കൊണ്ടുപോകും.
കേട്ടോ, അവന്റെ വേദനയൊക്കെ ഇപ്പൊ പോവും. അവന്റെ അച്ഛനും അമ്മയൊക്കെ പോരും. അങ്കിളും മോനെ നോക്കിക്കോളാം കേട്ടോ, ഒന്നും പേടിക്കണ്ട. You'll be all right. You'll be all right. വേദനയൊക്കെ പോവും കേട്ടോ. നിങ്ങൾ 3 പേരും പേവാർഡും ജനറൽ വാർഡും തറവായിട്ട് ചെക്ക് ചെയ്യുക. ഐ വിൽ ബി അപ്സ്റ്റേഴ്സ്. എമർജൻസി ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്താണ്. ഒന്നും പേടിക്കണ്ട. You'll be all right. സിസ്റ്റർ, ടേക്ക് ഇറ്റ് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. ക്വിക്ക്. അയ്യോ, ഇതല്ല, ഞാൻ വേറൊരു കുട്ടി ഇങ്ങോട്ട് അയച്ചിരുന്നല്ലോ, മാസ്റ്റർ അരുൺ. ഇല്ല, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒരു മീശ വെച്ച അറ്റൻഡർ കയ്യില്. മീശ വെച്ച് അറ്റൻഡറോ? അങ്ങനെ ആരും ഇവിടെ വന്നേ ഇല്ല. ഏയ്, അവിടെ നിൽക്ക്. ഒരു കുട്ടി ഒബ്സർവേഷൻ റൂമിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞില്ലേ? എന്നിട്ട് ആ കുട്ടിയുടെ ഒബ്സർവേഷൻ റൂമിലേക്കല്ല ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. What nonsense are you talking? ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. I'll report you to the management. Hey, what's this? എന്താ ഈ കാണിക്കുന്നത്? Listen, it was a case of fractured right fourth rib, rupturing the lung, causing internal bleeding, which required an urgent surgery. How can you miss this finding, young doctor? Observation room, stupid. Stupid. അനധികൃതമായ ഒരാൾ അറ്റൻഡർ ഡ്രസ് ഇട്ട് അകത്ത് കയറി ഒരു കുട്ടിയെ എമർജൻസി ഓപ്പറേഷന് പോസ്റ്റ് ചെയ്തിട്ടും ഈ ഐഡന്റിറ്റി കാർഡ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ആളെ തിരിച്ചറിഞ്ഞ് സെക്യൂരിറ്റി വിളിക്കുമ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു. I see. ഞാൻ പോട്ടെ മിസ്റ്റർ. ഖാൻ, എം ജാവേദ് ഖാൻ. പോട്ടെ. ഓക്കെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി രക്ഷപ്പെട്ടു. അയാളുടെ നിഗമനമായിരുന്നു ശരി. പൊയ്ക്കോളൂ. ഫിലിപ്പ് മത്തായി, അറ്റൻഡന്റ്. ഓരോരുത്തർ ജയിലിൽ ചാടിയാൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. ഇവിടെ ഒരുത്തൻ പല പല പേരുകളിൽ പല പല വേഷങ്ങളിൽ ഇവനെയൊക്കെ. റോയ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. ഒന്നിക്കണേ. പേരെന്താ? പെരുമാൻ. ഇതെന്ത് പറ്റി? ഒരു ആക്സിഡന്റിൽ പറ്റിയത്. ഇപ്പോഴെങ്ങോട്ടാ? ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്ററിലേക്ക്. പോ. താങ്ക് യു സർ. ലിസ്റ്റിൽ നിന്നും ആ രാഘവന്റെ പേര് വെട്ടിക്കൊള്ളു. അയാൾ ജീവിച്ചിരിപ്പില്ല. അബ്ദുള്ള സർ, റോയിയുടെ മൊഴിയിൽ ഒറ്റക്കൈന്റെ കൃത്രിമ കൈ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? അത് ലെഫ്റ്റ് സർ. ഫയൽ നോക്കണം. സോറി സർ. എക്സ്ക്യൂസ് മീ, ലെഫ്റ്റ് ഹാൻഡ് ഫിക്സ് ചെയ്തവർ എത്ര പേരുണ്ടെന്ന് പറയാം? എന്തായി? അതെയോ? ഓക്കെ, താങ്ക് യു. ഈ ബഷീർ 4 മാസമായി വീൽ ചെയറിലാണ്. ഡോക്ടർ റോയുടെ ഭാര്യ കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് 17 സർ. റോയിയുടെ മൊഴിയിൽ അപ്പോഴുണ്ടായ സംഘടനത്തിൽ കൃത്രിമ കൈ ഒടിഞ്ഞു പോയെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ സർ. എക്സ്ക്യൂസ് മീ, Yes. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ എത്ര പേർ കൈ റീഫിക്സ് ചെയ്തു എന്ന് പറയാം? പറയാം. 5 പേര്. എനിക്ക് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമല്ലോ. ഓക്കെ. അബ്ദുള്ള സർ, ഈ ലിസ്റ്റിൽ ആർക്കെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. യെസ് സർ. ഈ സക്കറിയയ്ക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അയാൾ ഇപ്പൊ ഭ്രാന്താശുപത്രിയിലല്ലേ? അതെ, എങ്കിലും എനിക്ക് അയാളെ കാണണം. 3 മാസം മുമ്പ് അയാൾ അഡ്മിറ്റ് ചെയ്തു എന്നാണ് റെക്കോർഡ്സ്. പിന്നെന്തിന് കാണണം? റെക്കോർഡ്സ് അനുസരിച്ച് ഞാൻ ആ നാനിയെ കൊന്നത്. അയ്യര് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സക്കറിയ റെക്കോർഡ്സ് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഐ വാണ്ട് ടു സീ ഹിം. ഫാദർ കരുതുന്ന പോലെ അല്ല സക്കറിയ. മറ്റു രോഗികളോടൊപ്പം ഇടപഴകാൻ ഞങ്ങൾ അയാളെ അനുവദിക്കാറില്ല. ഹി ഈസ് വെരി വയലന്റ്. അവനെന്തോ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തം ഭാര്യയെ സംശയിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിന്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ ഉണ്ടായ ഷോക്കാണ്. ഹി ഹാസ് ബിക്കം സൈക്കോട്ടിക്. സക്കറിയ, സക്കറിയ, സക്കറിയ.
ചക്രയെ കാണാൻ ഫാദർ വന്നിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് പേഷ്യന്റിനെ കാണാനുള്ള പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. സർ സക്കറിയ ഫാദർ, ആർ യു ഓൾറൈറ്റ്? എനിക്ക് ആള് തെറ്റി. എന്നാ അച്ഛൻ നടന്നോളൂ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ഇത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. Sorry for the trouble. ഇറ്റ്സ് ഓക്കെ. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ അച്ഛോ. കൂടെ സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ, അയാളെന്നെ പിടിക്കാൻ വരുന്നു. I am from the police. മാറോ. അയാളോട് പറ, അയാളോട് പറ, അയാളോട്. Come, or I will shoot. Don't, sir. Please, don't. मैं एफटी बोल रहा हूँ बम्बई से। मैं कल सुबह की फ्लाइट से वहां आ रहा हूँ। और सुनो डॉक्टर, वो ऑपरेशन कल ही हो जाना चाहिए क्योंकि कल शाम की फ्लाइट से मुझे उस चीज को न्यू दिल्ली भेजना है। सॉरी इफ्ती, ये नहीं होगा। देन आई एम ऑल्सो सॉरी डॉक्टर, तुम मुझे गद्दारी करने पर मजबूर कर रहे हो। तुम मेरा कुछ नहीं बिगाड़ सकते। मेरा और मेरे लोगों को हाथ बिल्कुल साफ है। अच्छा, एक बात बताओ, वो डॉक्टर एनी की याद है तुम्हें? उसके घर से मैंने जो तुम्हारे खिलाफ एविडेंस उठाया था, आई स्टिल हैव दैट एविडेंस। डोंट गेट सो अपसेट डॉक्टर मार्कोस, वी कैन स्टिल डू बिजनेस। ठीक है, ऑपरेशन हो जाएगा, लेकिन सारे सबूत मुझे मिल जाना चाहिए। You perform the operation and I will hand over all the evidence to you. Okay? Salah.